നീ ആദ്യം സ്റ്റേഷനിൽ വിളിച്ചു പറയാന്ന് സാറാണ് എന്നോട് പറഞ്ഞത്. അത് വന്നല്ലോ പോലീസ്. അതിന്റെ കുഴപ്പമെന്താ? അതിന്റെ നീ പെൺകൊച്ചാരാന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ വീട്ടിൽ നിന്റെ ഭാര്യയുടെ പ്രശ്നം ഉണ്ടാക്കിയെടുക്കാൻ വനിതാ പോലീസ് അവിടെ എവിടെ? അന്ന് വനിതാ പോലീസ് വന്നവര് പറയണോ? പിന്നെ പറഞ്ഞില്ലേ? പറഞ്ഞില്ല. ഞാൻ അവിടുത്തെ ചോദിച്ചത് ID കാർഡാണ്. ബാക്കി പോലീസുകാരെല്ലാം കാക്കി ഇട്ട് വന്നില്ല, ഒന്നുമില്ലാതെ വന്നിട്ട് അവർക്ക് വന്നിട്ട് ID കാർഡ് കാണിച്ച് നിൽക്കേണ്ട അങ്ങനെ പറഞ്ഞ കാര്യമില്ല. ഒരു അത്യാവശ്യം പറ്റിയ ഓടി എത്തുകയാണ് ചെയ്യണത്. അത് ഓടി വന്നിട്ടുണ്ട്. സാറേ വന്ന ഞങ്ങൾ ID കാർഡ് വന്നു. അവരെ അവരെ ഞാൻ ബഹുമാനിച്ചു. വന്നത് പോലീസ് എനിക്കറിയേണ്ട ആവശ്യമില്ല. അത് ബിനാനെ ബോധേണ്ട ആവശ്യമില്ല. നമസ്കാരം. വിനായകൻ വീണ്ടും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മിക്കവാറും 3 വർഷം വരെ വിനായകൻ എന്ന നടൻ അകത്തേക്ക് പോകാനാണ് സാധ്യത എന്ന് ഉച്ചത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. എന്നാൽ വിനായകനെ തെറ്റിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നതല്ലായിരിക്കും. ജീവിതത്തിലെ ഒട്ടേറെ വെല്ലുവിളികളെ മറികടന്നുകൊണ്ടാണ് വിനായകൻ നടൻ എന്ന സ്ഥാനത്തേക്ക് എത്തിയത്. തൻ്റെ സ്വന്തം കഴിവുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരുടെ പട്ടികയിലേക്ക് ഇടം നേടാൻ കഴിഞ്ഞ ഒരു നടൻ തന്നെയാണ് വിനായകൻ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ വനിതാ പോലീസിനെ അപമാനിക്കാൻ ശ്രമിച്ചു, പോലീസ് സ്റ്റേഷനിൽ വലിയ സീൻ സൃഷ്ടിച്ചു എന്നിവയാണ് വിനായകനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന കേസുകൾ. ഇനി ഒരു പൊതു തത്വത്തിലേക്ക് വരാം. വിനായകൻ നല്ലൊരു നടനാണെന്ന് തെളിയിച്ച ഒരാളാണ്. മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം അടക്കം നേടിയ ഒരു നടൻ കൂടിയാണ് വിനായകൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ ഒരു പരിഗണന വിനായകന് നൽകാൻ എന്തുകൊണ്ടോ ഇപ്പോഴും മലയാളിക്ക് മടിയാണ് എന്ന് തന്നെ പറയാം. ജയിലർ എന്ന ചിത്രത്തിൽ വിനായകൻ രജനീകാന്തിനെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലായിരുന്നു അഭിനയിച്ച് തകർത്തത്. അത് മലയാളികൾ ഒന്നടങ്കം വിനായകൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ ഏറ്റെടുക്കുകയും വാനോളം പുകഴ്ത്തുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ എന്തോ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് എപ്പോഴും നടൻ സഞ്ചരിക്കുന്നത് എന്ന് കാണാം. ഉമ്മൻചാണ്ടിക്കെതിരായി നടത്തിയ പരാമർശങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ സ്മരിക്കുന്നത് നന്നായിരിക്കും. വിനായകൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ വിവാദമായി തന്നെ മാറുകയാണ്. ഇപ്പോഴത്തെ വിനായകനെ തേടി പുതിയ വിവാദം തലപൊക്കിയിരിക്കുന്നു. സംഗതി ഇങ്ങനെയാണ്. കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം വിനായകൻ പോലീസിനെ വിവരം അറിയിക്കുന്നു. വിനായകന്റെ വീട്ടിലേക്ക് വനിതാ പോലീസ് ഉൾപ്പെടെ ഒരു സംഘം പോലീസുകാർ അവിടെ എത്തുന്നു. പക്ഷേ വനിതാ പോലീസ് മഫ്റ്റിയിലായിരുന്നുകൊണ്ട് വിനായകൻ പതിവ് ശൈലിയിൽ തന്നെ അവരോട് പോലീസാണ് എന്നതിനുള്ള ഒരു തെളിവ് ചോദിച്ചു. അതത്ര തെറ്റാണെന്ന് നമുക്ക് അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയില്ല. യൂണിഫോമിലല്ലാതെ വീട്ടിലേക്ക് ഒരു സ്ത്രീ രാത്രിയിൽ വരുന്നു ഒരു പോലീസിന്റെ കൂട്ടത്തിൽ. അത് ആരാണെന്നറിയാനുള്ള മൗലികമായ ഒരു അവകാശം ഏതൊരു പൗരനും നമ്മുടെ ജനാധിപത്യ രാഷ്ട്രം അനുമതി നൽകുന്നുമുണ്ട്. അത് തന്നെയാണ് വിനായകൻ ആവശ്യപ്പെട്ടത്. വനിതാ പോലീസിനോട് ID കാണിക്കാനാണ് വിനായകൻ പറഞ്ഞത്. പക്ഷെ അത് വലിയ വിവാദമായിരിക്കുന്നു. തുടർന്ന് പോലീസിനൊപ്പം സ്റ്റേഷനിലേക്ക് എത്തിയ വിനായകൻ തൻ്റെ ആവശ്യം ന്യായമായ രീതിയിൽ തന്നെയാണ് പോലീസുകാരനോട് അറിയിച്ചത്. പക്ഷേ അതിനുള്ള മറുപടി പോലീസുകാരൻ വളരെ ധാർഷ്ട്യത്തോട് തന്നെയാണ് നൽകുന്നത്. നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പവും ഇത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച ഒരു കലാകാരൻ മദ്യപിച്ചിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കിലും പ്രവൃത്തികളിലും ചെറിയ തകരാറ് കണ്ടെത്താൻ കഴിയും എന്നിരിക്കെ പോലീസിന്റെ പ്രവൃത്തി അത്രത്തോളം ന്യായീകരിക്കാൻ കഴിയുന്നതാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. പറയുമ്പോൾ ജനമൈത്രി എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിലും വിനായകന് നേരെ വളരെ മോശമായ രീതിയിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറിയതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. പൊതുജനം ഭരിക്കപ്പെടേണ്ടവരും പോലീസിന്റെ വിനീത വിധേയരുമാണെന്ന പഴയകാല പോലീസ് സിദ്ധാന്തം അല്ലെങ്കിൽ പോലീസ് രാജ് ഒട്ടും ചോർന്നു പോകാതെ തന്നെയാണ് ഇന്നും ഈ സേന സംരക്ഷിച്ചു വരുന്നത്. ദേശീയ തലത്തിൽ പോലും വിവിധ ഭാഷകളിൽ അഭിനയിച്ച ഒരു നടനോട് പുലർത്തേണ്ട ഒരു മാന്യത ആ സംഭാഷണത്തിൽ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാം. ഞാൻ അവിടുത്തെ ചോദിച്ചത് ID കാർഡാണ്. ബാക്കി പോലീസുകാരെല്ലാം കാക്കി ഇട്ട് വന്നില്ല, ഒന്നുമില്ലാതെ വന്നിട്ട് അവർക്ക് വന്നിട്ട് ID കാർഡ് കാണിച്ച് നിൽക്കേണ്ട അങ്ങനെ പറഞ്ഞ കാര്യമില്ല. ഒരു അത്യാവശ്യം പറ്റിയ ഓടി എത്തുകയാണ് ചെയ്യണത്. അത് ഓടി വന്നിട്ടുണ്ട്. സാറേ വന്ന ഞങ്ങൾ ID കാർഡ് വന്നു. അവരെ ഞാൻ ബഹുമാനിച്ചു. വന്നത് പോലീസ് എനിക്കറിയേണ്ട ആവശ്യമില്ല. അത് ബിനാനെ ബോധേണ്ട ആവശ്യമില്ല. ചിലർ അതിന് പിന്നിൽ ജാതിയുടെയും നിറത്തിൻ്റെയും ചില വിധികളും വെറുപ്പിക്കലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കൂടാതെ രാഷ്ട്രീയവും അതിനുള്ളിൽ കലർത്തുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പൊതുജനത്തിന് എടാ എന്നും നീ എന്നും ഒക്കെ അവരെ വിളിക്കാനുള്ള അധികാരം ആരാണ് പോലീസിന് നൽകിയത് എന്ന് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഇടയ്ക്കൊരാൾ പറഞ്ഞു തീർക്കുന്നു, പൊതുജനം നൽകുന്ന നികുതി പണമാണ് പോലീസ് സേനയിലുള്ളവരുടെ യൂണിഫോമും വാഹനവും അതിലടിക്കുന്ന ഇന്ധനവും ബാക്കി അവർ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും. അതുകൊണ്ട് തന്നെ സമൂഹത്തോട് കാട്ടേണ്ട ഏറ്റവും ലളിതമായ മര്യാദ പോലും പോലീസ് ഉറപ്പാക്കേണ്ടതുണ്ട്.
ഇതിപ്പോ കുടുംബ പ്രശ്നത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തിയ വിനായകനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ആ ഉദ്യോഗസ്ഥൻ ചെയ്തത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലും ശരീരഭാഷയിൽ പോലും നടനോടുള്ള ധിക്കാരം നമുക്ക് കാണാൻ കഴിയും. വനിതാ പോലീസിനോട് ID കാർഡ് ചോദിക്കാൻ നീ ആരാടാ എന്ന് ചോദിക്കാൻ മാത്രം ജനാധിപത്യ ഭരണമുള്ള ഇന്ത്യയിലെ ഒരു പോലീസുകാരൻ തയ്യാറായി എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. ആ മര്യാദ പോലും പോലീസ് മറന്നുപോയിരിക്കുന്നു. ഉരുട്ടിക്കൊലയ്ക്കും ലോക്കപ്പ് മർദ്ദനങ്ങൾക്കും പേരുകേട്ട കേരള പോലീസ് വിനായകനോട് കയർത്തതിന് പിന്നിലെ രാഷ്ട്രീയം കൂടി അന്വേഷിക്കേണ്ടി വരും. വിനായകനെ ക്രൂശിക്കാനും നിയമത്തിന്റെ അഴിക്കുള്ളിലേക്കും അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ പേരുകേട്ട ഒരു നടനെ തീർത്തും ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് അപമാനിക്കുകയായിരുന്നു ആ ഉദ്യോഗസ്ഥൻ ചെയ്തത്. വിനായകൻ മുൻപും പല കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണെന്നും യാതൊരു വിധത്തിലുള്ള ആനുകൂല്യവും വിനായകന് നൽകില്ലെന്നും DCP വളരെ കൃത്യമായി ക്ലിയർ കട്ടായി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെന്നും ഉമാ തോമസിന് മറുപടിയായി DCP അറിയിച്ചു. കൊള്ളാം അല്ലെ? സ്റ്റേഷനിൽ പരാതി പറയാനായി പോയ ഒരു താരത്തെ മദ്യപിച്ചു എന്ന കാരണം കൊണ്ട് പ്രകോപനം നടത്തി കേസും ചുമത്തിയിരിക്കുകയാണ്. കൂടാതെ പോലീസിനെ കയ്യേറ്റം ചെയ്തു എന്നുകൂടി വരുത്തി തീർത്തു. ഒരു ആനുകൂല്യം നൽകിയത് കയ്യേറ്റം നടന്നിട്ടുണ്ടോ എന്ന് CCTV കൂടി പരിശോധിച്ചാകും കേസെടുക്കുക എന്ന് DCP അറിയിച്ചിട്ടുണ്ട് എന്നുള്ളിടത്താണ്. മദ്യപിച്ചെത്തുന്നവരെ 4ാം കിടക്കാരായി കാണുന്ന രീതിയാണ് ഇപ്പോൾ പോലീസ് പുലർത്തി വരുന്നത്. വിനായകൻ സ്വന്തം വീട്ടിലിരുന്നാണ് മദ്യപിച്ചത് എന്ന് കാണാം. വീട്ടിലേക്ക് വന്ന ഒരാൾ താൻ പോലീസുകാരനാണെന്ന് അല്ലെങ്കിൽ പോലീസുകാരിയാണെന്ന് തെളിയിക്കുവാനും ബോധ്യപ്പെടുത്തുവാനുമുള്ള ബാധ്യത അവിടെ എത്തുന്ന ഏതൊരു ഉദ്യോഗസ്ഥനുമുണ്ട്. അത് പോലീസ് പലപ്പോഴും മറന്നു പോകുന്നു. തമിഴിൽ ഒരുപക്ഷെ പോലീസിന് കാവൽ എന്നാണ് പറയുന്നത്. ആ പേരിന് അനുഗുണമായ രീതിയിൽ അന്നാട്ടിലെ സാധാരണ പോലീസുകാരൻ പോലും സാധാരണക്കാരോട് പെരുമാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കേരളത്തിലെ പോലീസിന് ബാധകമാണ്. തലയിലെ തൊപ്പിയുടെ അധികാരം പൊതുജനത്തിന് നേരെ അധികാര ദുർവിനിയോഗം നടത്താനുള്ളതല്ലെന്ന് കൂടി കേരള പോലീസ് ഒന്ന് ഓർക്കുന്നത് നന്നാകും. അവരെ ബഹുമാനിച്ചു. അത് വിനായകനെ ആവശ്യമില്ല.